ഉല്ലാസ് ബാബു നേരത്തെ രാജു പി നായർ പറഞ്ഞ സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ പേരാണ്. ഒരു പാമ്പ് പിടിച്ചവനാണ്, ഒരു കുതിരക്കാരൻ. അയാൾ മാത്രമാണ് ഈ പറയുന്ന, ഞാൻ പറയുന്നത് ഓൾ ഓഫ് എ സഡൻ കുറച്ച് പേർ പട്ടാളവേഷത്തിലെത്തി വെടിവെക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ ആരായാലും വിരണ്ടുപോകും. അയാൾ മാത്രം ഈ പറഞ്ഞ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, ഒരു തീവ്രവാദിയെ കീഴടക്കാൻ ശ്രമിച്ചു. ആ കീഴടക്കാൻ ശ്രമിച്ചതിൽ പരാജയപ്പെട്ട അയാൾ അവിടുത്തെ ഹീറോ ആയി മാറുന്നുണ്ട്. ഈ പറയുന്ന പഹൽഗാമിൻ്റെ തെരുവുകൾ, ശ്രീനഗറിൻ്റെ തെരുവുകൾ ഇന്ന് കണ്ടത് മൊത്തം ഈ പറയുന്ന തീവ്രവാദികൾക്കെതിരായ വലിയ പ്രതിഷേധമായിരുന്നു. അതിന് ഈ ശ്രീനഗർ, അവിടെ വളർന്നു വരുന്ന ശ്രീനഗർ, അവിടെ വളർന്നു വരുന്ന ടൂറിസം നശിപ്പിക്കാൻ, കാശ്മീരിനെ ഇല്ലാതാക്കാൻ, അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ ഈ തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്ന ഈ ശ്രമങ്ങളുള്ള കൊടിയ പ്രതിഷേധമുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന രീതിയിൽ നേരത്തെ മേജർ രവി പറഞ്ഞതുപോലെ, ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ, രാജ്യത്തെ കമ്മ്യൂണലി ഡിവൈഡ് ചെയ്യാൻ അവരുടെ തീവ്രവാദ ശക്തികളുടെ ആശയത്തിനനുസൃതമായി അവരുടെ കെണിയിൽ നമ്മൾ പോയി വീഴണോ? ഒറ്റക്കെട്ടായി, രാജ്യം ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ മക്കളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ആവശ്യപ്പെടണോ? അതോ നമ്മൾ തമ്മിൽ തല്ലണോ? ശ്രീ ഉല്ലാസ് ബാബു. ശ്രീ ഹാഷ്മി, നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരന്മാരാണ്. അതിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ ആരുമില്ല. നമുക്ക് നഷ്ടപ്പെട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളെയാണ്. നമ്മുടെ സഹോദരങ്ങൾ ആ നാടിൻ്റെ ഭംഗി കാണാനും നാടിനെ ആസ്വദിക്കാനും നമ്മുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലെ നിമിഷങ്ങൾ പകർത്താനുമായിട്ട് പോയതാണ് അവർക്ക് നേരെ വെടിയുതിർത്തു എന്ന് പറഞ്ഞാൽ, അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് ചെയ്യുന്ന നീതികേടാണ്. അവിടെ അവർ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയപ്പെടുന്നത് അത് മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതിൽ വർഗീയത ഉണ്ടാക്കിയിരിക്കാം, അതിനകത്ത് ഇന്ത്യ ജനത 2ആയി പിരിഞ്ഞോട്ടെ 4ആയി പിരിഞ്ഞോട്ടെ എന്ന് അവർക്ക് ഉദ്ദേശമുണ്ടാകാം. നമുക്ക് നഷ്ടപ്പെട്ട സത്യസന്ധരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവൻ്റെ ജീവന് പരിപൂർണമായിട്ടും നമ്മൾ തിരിച്ച് തന്നെ ചോദ്യം ഉയർത്തിക്കൊണ്ടിരിക്കും, തിരിച്ച് തന്നെ ആക്രമിക്കും. ഒരു സംശയവും വേണ്ട. പാകിസ്ഥാനി പന്നികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനുള്ളവരല്ലല്ലോ നമ്മളാരും. നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ, നമ്മുടെ ഭാരതത്തിൻ്റെ ജനതയെ അവൻ വന്ന് ആക്രമിച്ച് മാന്തിക്കഴിഞ്ഞാൽ തിരിച്ച് എത്ര തവണ ഈ വൃത്തികെട്ടവന്മാരുടെ അടുത്ത് അവർക്ക് തന്നെ അനുഭവമുണ്ട് ഭാരതം തിരിച്ചടിച്ചത്. എന്നിട്ടും പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. ആ രാജ്യത്തെ സൈനിക ശക്തിയടക്കം തീവ്രവാദ ഹബ്ബുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ഇസ്ലാം തീവ്രവാദ ഹബ്ബുകളെ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ മതേതരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നടത്തിയാൽ നമുക്കതൊന്നും നോക്കിയിരിക്കാണ്ട് ഇവൻ നടത്തിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല നമ്മുടെ തരം. നമ്മുടെ 28 എണ്ണമാണ് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തിരിച്ച് അതിന് പ്രതികാരം ചെയ്യേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ സർക്കാരിൻ്റെ. സർക്കാർ അത് ചെയ്തുകൊള്ളും. പിന്നെ അപ്പുറത്ത് അവൻ കാണിച്ച നിലപാടുകൾ, അതൊക്കെ ഇതിന് ശേഷം അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെ തലച്ചോറുകളെന്നും ആ തലച്ചോറ് ഏത് രാജ്യത്തെയാണെന്നും ആ രാജ്യത്തെ തലച്ചോറിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ 28 ജീവനുകൾ പൊലിഞ്ഞു, കുറേ പേര് വയ്യാതെ കിടക്കുന്നു. ഈ രാജ്യത്തിനോട്, അതായത് 2.5 കോടി ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലേക്ക് പോയത്. ആ കാശ്മീരിലെ ജനത ഭംഗിയായി ജീവിച്ചു തുടങ്ങി, സമാധാനത്തോടെ പോയി. ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ അശാന്തി പടർത്തുന്ന നിലപാടുമായിട്ട് ഈ തീവ്രവാദികൾ വരുന്നതും തെമ്മാടിത്തരം കാണിക്കുന്നു. ആ തെമ്മാടിത്തരത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ള സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ആ കാര്യം ചെയ്യും. ഇന്നലെ AK ആൻ്റണി, കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? പാകിസ്ഥാൻ അറിയാതെ ഇങ്ങനൊരു നിലപാടുണ്ടാകും. 100% കറക്റ്റല്ലേ? ആ പാകിസ്ഥാനിലിരിക്കുന്ന സൈനിക വൃന്ദമടക്കം, പാകിസ്ഥാനിലെ തീവ്രവാദി തെമ്മാടികളടക്കം അറിയാതെയോ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാതെയോ ഈ പ്രവൃത്തി നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ തെമ്മാടികൾക്ക് ജയ് വിളിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ പോകേണ്ടത്. ആ തെമ്മാടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്. ആ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് വേണ്ടി സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് നേരെയും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. കാരണം നേരത്തെ ഉള്ളത്